ഹലോ ആരാ? നാം ചന്ദ്രഗിരിയിൽ നിന്നും വരുന്നു. ചന്ദ്രൻ പേര്. എന്റെ പേരോ? എന്റെ പേര് ചന്ദ്രൻ എന്നല്ല പറഞ്ഞത്. ഞാൻ ചന്ദ്രഗിരി എന്ന് പറഞ്ഞൊരു രാജ്യത്തുനിന്ന് വരുവാന്നാ പറഞ്ഞത്. ഓക്കെ, അവിടെ എന്നെ പണി എന്നാ? എനിക്കോ? ഞാൻ അവിടുത്തെ വനിതാ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥയാണ്. പേര് സ്റ്റെല്ല. സോ ക്യൂട്ട്. പറയുമല്ലോ, ഈ കൂടെടുത്ത് ഞാൻ മൂക്കി കുത്തി കേട്ടു. ഞാൻ അവിടുത്തെ രാജഗുരുവാണ് ആ കൊട്ടാരത്തിലെ. ഓക്കെ, എന്താണ് ഗുരു എന്താണ് ഇവിടെ വരാൻ കാരണം? ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരെ എന്റെ രാജാവിന് ഒന്ന് മോന്ത കാണിക്കണം. മോന്തല്ല, മറ്റേ മുഞ്ഞി അല്ലെങ്കിൽ എന്നാ തമിഴ് മറ്റേ സാധനം പിടിച്ചാലോ, മറ്റേ അത് മുഖം ഒന്ന് കാണിക്കണം, മോറൊന്ന് കാണിക്കണം. അതിനുവേണ്ടി അവരവിടെ വെളി വന്ന് ഇപ്പുണ്ട്. ഒന്ന് വിളിക്കട്ടെ? ഒരു കാര്യം ചെയ്യും, എലീനെ ഇവിടെ പതുക്കെ വിട്ടോ. എല്ലിയുടെ വാടിന്റെ ഗ്യാപ്പിലൂടെ ഒളിഞ്ഞു നോക്കിയാൽ മതി. ബാക്കി ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്റെ രാജകുമാരന്മാരെ ഇങ്ങോട്ടൊന്ന് വിളിക്കാം. രാജാതി രാജൻ, വില്ലാളി വീരൻ, ചന്ദ്രഗിരിയുടെ വീരനായകൻ, യുവരാജാവിതാ എഴുന്നള്ളുന്നു. അതെ, ഞാൻ രാജാവിനെ അടിച്ചു കയറ്റി മേളിൽ റേഞ്ച് കയറ്റി വെച്ചേക്കോ പറഞ്ഞു. അതെ, തലയിൽ എന്താ ചട്ടിച്ചോറാണോ? അയ്യോ അല്ല, ഇത് ചട്ടിച്ചോറല്ല. ഇത് വേറൊരു സംഭവം ഉണ്ട്, ഒരു വിശേഷമുണ്ട്. അതിനു മുമ്പ് എല്ലാവർക്കും ഈ ലഡു അങ്ങ് കൊടുക്കും. എല്ലാവർക്കും ലഡു കൊടുക്കണം. എന്താണ് ഇത്ര വലിയ സന്തോഷം? എന്താണ് സന്തോഷമുണ്ട്. പറ. ലഡു ഇവിടെ വരണായിരിക്കും പറയാൻ. ശരി എടുത്തോളാം. താങ്ക് യു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണ് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിക്കാല് വയറ്റിലുണ്ട്. രാജാവിച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞിക്കാലുണ്ടെന്ന്. അതെ, ഞങ്ങൾ അങ്ങനെ ഇതിന്റെ സന്തോഷത്തിലാ. അതുകൊണ്ട് ഇനിയിപ്പോ ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചോദിച്ചാലും ഞാൻ അപ്പം എടുത്തു കൊടുക്കും. അതെന്താന്നറിയോ? 5 വർഷമായിട്ടേ ആറ്റുനോട്ട് എനിക്കും രാജാവിനും ഒരു ഉണ്ണി പറക്കാൻ പോവാ. അല്ല, അതെന്താ അത്ര വൈകാൻ കാര്യം? എന്താ വൈകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം നടന്നു, അതാണ് നമുക്ക് വൈകാൻ കാരണം. നടക്കുന്നൊരു യുദ്ധമായിരുന്നു. അല്ല, വേറെ കാര്യം ഉണ്ടോ കേട്ടോ. യുദ്ധം അങ്ങനെ നടക്കാതിരിക്കും. അയൽ രാജ്യത്ത് സുന്ദരിയായ രാജ്ഞിയെ തുണി നോക്കി കാണിച്ചേക്ക് നീ രാജാവ് മറിച്ച് താടിയും പറ്റി എന്ത് പോക്കൃത്തരം പറയാൻ കാര്യം ഞാൻ പറഞ്ഞ സംശയമുണ്ട്. അവരെ പറഞ്ഞ് ക്ലിയർ. എന്റെ സത്യത്തിൽ എന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽ രാജ്യത്തെ ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ ഞങ്ങൾ അവിടുത്തെ രാജാവിനെ രാജ്ഞിനെ കൂടെ വിരുന്നിന് വിളിച്ചു. ഇവര് വന്ന സന്തോഷത്തില് ഞാൻ കൈവക്കി കാണിക്കാൻ വേണ്ടി നോക്കണ സമയത്ത് ഞങ്ങളുടെ കൊടി താഴെ ഒടിഞ്ഞു കിടക്കണം. ഞാൻ ആ കൊടി എടുത്തിട്ട് ജയ് എന്നും പറഞ്ഞിട്ട് കൊടി പൊക്കി അങ്ങ് കാണിക്കലും എന്റെ ഓയിൽ ഡബിളിന്റെ കര ഇതിനകത്ത് കുരുങ്ങി. ഞാനിങ്ങനെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോലെ നിൽക്കണ നിൽക്കുക. എന്റെ ദൈവമേ, ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ട ആ രാജകുമാരി 8 വർഷമായിട്ട് കോമാ സ്റ്റേജില്ല. ഇത് കേട്ടതും ആ രാജാവ് യുദ്ധത്തിൽ ഏർപ്പെട്ടു. എന്നെ തുറങ്കിലടച്ചില്ലേ 5 വർഷത്തേക്ക്. അല്ലല്ല, ഒരു സംശയം. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ രണ്ടുപേരും 2 സ്ഥലത്താന്നല്ലേ പറഞ്ഞത്? 5 വർഷമായിട്ട് 5 വർഷം. ഇന്നലെ രാത്രിയാ തിരിച്ച് രാജൻ വന്നത്. അല്ല, അപ്പൊ ഈ പ്രഗ്നൻസി എങ്ങനെ ഒരു ചെറിയൊരു ദുരൂഹതയില്ലേ അതിൽ? അല്ല, എനിക്ക് തോന്നിയായിരുന്നു 5 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ വന്നപ്പോ ഞാൻ അവിടെ ചോദിച്ചത്. അതെന്താന്നറിയോ? രാജൻ തിരിച്ചു വരുമ്പോഴേ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നറിയോ? രാജനെ ഓടി വന്ന് വിളിക്കാനായിട്ട് ഒരു ഉണ്ണി വേണമെന്ന്. അതുകൊണ്ട് ഞാൻ മനമുരുകി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് പറഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്ന്. ഞാനിതുപോലെയായിരുന്നു. ഞാൻ വീട്ടിൽ വരും അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഈ നിർഗന്ധൽ വെച്ച് അടിവയറ്റിൽ അടിച്ചിട്ട് എന്നെ കെട്ടിപ്പിടിക്കുന്ന ഒരു മോൻ വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിനു വേണ്ടി ഞാനും കൊതിച്ചു. ഇവളിവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഈ ഡെലിവറി ഇവിടെ ഉണ്ടായത്. അപ്പോഴും ഒരു ലോജിക് പ്രശ്നമുണ്ട്. ശരിക്കൊരു പ്രശ്നമില്ലേ? അല്ല, അതാ ഒരാളവിടെ ഒരാൾ ഇവിടെയല്ലേ കഥയില്. അതെങ്ങനെയാന്നുള്ള ചോദ്യം. പ്രാർത്ഥിച്ചാലൊക്കെ ഇതൊക്കെ എങ്ങനെ നടക്കുന്നത്? അയ്യേ, നിങ്ങൾ ഈ 3 പേരും കൂടി ഇരുന്ന നിഷ്കളങ്കനായിട്ട് ഒരു രാജാവിന്റെ മനസ്സിൽ എന്താ എന്ത് സംശയത്തിന്റെ വിത്ത് പാകിക്കൊണ്ടിരിക്കുവാണോ? എന്റെ മനസ്സിൽ പുഞ്ചപ്പാടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഇത് വിർച്വൽ കാലഘട്ടമാണ്. എന്താന്നറിയോ രാജൻ? ഇപ്പൊ രാജൻ ഇവിടെ ഇല്ലെങ്കിലും രാജൻ ഉണ്ടെന്ന് നമുക്ക് ടെക്നിക്കലി കാണിക്കാൻ പറ്റും. ഇത് വെളച്ചിലാണോ രാജ്ഞിയുടെ വെളച്ചിലാണെന്നുള്ള ഞാൻ വഴിയെ കണ്ടുപിടിച്ചോളാം. രാജൻ, ഇത് അങ്ങയുടെ ഉണ്ണി തന്നെയാണ് രാജൻ.
പ്രിയതമേ ശകുന്തളേ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ പറയുമോ പ്രിയതമേ ശകുന്തളേ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ പറയുമോ രാജ 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 എല്ലാരും ശ്രദ്ധിക്കുന്നു Come on. ഞാൻ വേറെ മൂഡിലായി പോയി. ഞങ്ങള് വേറൊരു കാര്യത്തിന് വേണ്ടിട്ടാ വന്നത്. എന്താ പറയട്ടെ? പറയണത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഉണ്ടാകാൻ പോകുന്ന ഉണ്ണിക്ക് അങ്ങനെ മൂന്നുപേരും കൂടെ ചേർന്ന ഒരു പേര് സെലക്ട് ചെയ്യണം. ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് പേരാണ് എന്റെ മനസ്സിലുള്ളത്. കാരണം മലയാളത്തിൽ ഒരുത്തരും എന്റെ കൊച്ചിന്റെ പേരുമായിട്ട് സാമ്യമുള്ള ഒരു പേരുണ്ടാവൂല. അതാവുമ്പോ ഒരു കുമ്പുണ്ടാവും. സുനിൽ ഷെട്ടി അതെങ്ങനെ ഉണ്ടാവും? അയ്യ അത് വേണ്ട, അത് വേണ്ട, എടി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല അതെന്നാ കുഴപ്പം? ഒരു സുഖമില്ല. ഇല്ല അതിനൊരു കുഴപ്പം. എന്റെ കൊച്ചല്ലേ, അവനെന്നും സ്വതന്ത്രനായിരിക്കും. ഈ പേരിലെങ്കിലും ഒരു ജെട്ടി കിടക്കണം നല്ലതാടി. ജെട്ടി എന്നല്ല ഷെട്ടി. വേണ്ട, അത് വേണ്ട. വേണ്ടേ? ഞങ്ങളൊരു പേര് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാ ഞങ്ങൾ പേര് സെലക്ട് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പറയുമായിരുന്നെങ്കിൽ ഞങ്ങളുടെ പേര് മാറ്റിയിട്ട് നിങ്ങളുടെ പേര് ഇടാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. പറയട്ടെ? അപ്പൊ ഞങ്ങൾ നമ്മുടെ പേര് തന്നെ പറയാം. അപ്പൊ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പറയട്ടെ രാജൻ? പറ. റുഡോൾഫ്. എന്താ റുഡോൾഫ്. രാജാവെന്ന് പറഞ്ഞേ. റുഡോൾഫ്. അല്ല, ഈ പേരിന്റെ പ്രത്യേകത എന്താ? ഈ പേരിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളോട് ഇപ്പൊ ഒരാള് പേര് ചോദിക്കുവാണെങ്കിൽ പേരും കേക്കും അതോടൊപ്പം കാറ്റും കിട്ടും. പക്ഷെ നോൺ AC ആയിരിക്കും കേട്ടോ, AC ഉണ്ടാവില്ല, കാറ്റ് കിട്ടും. പേരെന്ന് പറഞ്ഞേ റുഡോൾഫ് അല്ലേ? അപ്പൊ ഇനി നമുക്ക് മറ്റൊരു സംഭവം കൂടെ പറഞ്ഞാലോ? ഏതാ? കിഴി കൊണ്ടുവന്നിട്ടില്ല. അതെ അതെ, കിഴി ഉണ്ടെന്നുള്ള കാര്യം അത് പറഞ്ഞു. അത് കിഴി എന്താന്നറിയോ? അതെ ചേട്ടാ, നമ്മളിവിടെ ഇരിക്കലാണ്. അപ്പൊ നമ്മുടെ നടു ശരിയാക്കാനുള്ള ഞവരക്കിഴി എന്ന് പറഞ്ഞ കൗണ്ടർ അടിക്കാൻ വേണ്ടിട്ടല്ലേ വന്നത്? അതെ അതെ അതെ, അതെങ്ങനെ മനസ്സിലായി? മനസ്സിലായി. കണ്ട, ഈ രാജന്റെ ഓവർ ആക്ട് കാരണം ക്ലൈമാക്സ് പൊളിഞ്ഞത്. എടി രാജാവിച്ചി, നിന്റെ ഒറ്റ പരിപാടിയായി ഈ സാധനം 8 നില കീറാൻ കാരണം. ഉണക്കപ്പാള കീറണ കീറിപ്പോയല്ലോ. ഇതിപ്പോ എന്ത് ചെയ്യും? ഇപ്പം മറ്റേ കാര്യം കൂടെ അങ്ങോട്ട് ചോദിക്ക്. സന്തോഷം വൈദ്യുതി പറഞ്ഞത്. സന്തോഷം. അതെ, ഞങ്ങള് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ ഞങ്ങൾ ഇവിടെ വന്നേ. നിങ്ങള് 3 ആളെ കൂടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ വന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ വൈദ്യുതി പറഞ്ഞു കൊച്ചും രാജാവിച്ചിയും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന്. വന്നിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളവിടെ വരുമ്പം കാലത്തെ ഞങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ 2 ക്യാരക്ടർ എൻട്രി. ഇവിടെ സന്തോഷിച്ച് അങ്ങ് പോകുമ്പോ കൊച്ചിന് സന്തോഷം, ഉച്ചക്ക് ഞങ്ങൾ ഊണ് കഴിച്ചോണ്ടിരിക്കുമ്പോ സമയത്ത് 2 ക്യാരക്ടർ എൻട്രി. ഞങ്ങളങ്ങ് വരത്തില്ല, വേറെ ആൾക്കാരുണ്ട്. അതെ വേറെ ആളെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നിട്ടേ പുള്ളിക്കാരത്തിനെ ഒന്ന് വിടുവാണെങ്കിൽ വൈറ്റാട്ടി കാർത്തൂന് ലീവാ. പുള്ളിക്കാരത്തിക്ക് ലീവായിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പൊ പുള്ളിക്കാരത്തി ഉച്ചയ്ക്ക് മേളിൽ ഇങ്ങനെ മുടി കെട്ടി വെച്ചിട്ടേ ഇങ്ങനെ പാളയിൽ കൊച്ചിനെ കിടത്തി ചരട് മാത്രം കെട്ടി കൊച്ചിനെ എടുത്ത് വാ വാ പോ വാ വൈവാ പോന്നും പറഞ്ഞിട്ട് വെളിച്ചെണ്ണ എണ്ണയൊക്കെ തെച്ച് തല കീഴായിട്ട് ഒരു കുടത്തിലൊക്കെ കുടഞ്ഞ് പറഞ്ഞപ്പോണെങ്കിൽ ഇപ്പൊ പറഞ്ഞപ്പോ എന്നെക്കാളും നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇരിക്കുന്നതിലും പേയ്മെന്റ് തരാന്ന് പറയും. ഇവിടെ ഇരിക്കുന്നതിലും പേയ്മെന്റ് രാജാവും പറഞ്ഞ പോലെ ആയിരിക്കും വാരി കോരി എടുത്ത് തരും. എന്നാലും ഇങ്ങനെ മുടിയൊക്കെ സ്ട്രെയിറ്റൻ ചെയ്ത് ഇത്ര ഇതായിട്ട് എങ്ങനെ വൈറ്റാട്ടി കാർത്തുമായിട്ട് നിങ്ങൾ എന്റെ രാജ ഒരു മര്യാദ വേണ്ടേ? അതെ, മനസാക്ഷി വേണ്ടേ? ഈ മേക്കപ്പ് തുടച്ച വൈറ്റാട്ടി കാർത്തു കറക്റ്റാ. നല്ല മോതിരാണല്ലോ ടണ്ടാൻ കിടക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ ഗസ്റ്റുകളുടെ അടുത്ത് ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ഞങ്ങൾ എങ്ങനെ ഇത് ഭയങ്കര അല്ലല്ല, ഒരു മിനിറ്റ്. ഞാൻ ഇവിടുന്ന് മാറിക്കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തോ സംസാരിക്കേണ്ടെന്നും പറഞ്ഞിട്ടാണ്. പക്ഷെ എന്നും പറഞ്ഞ് ഇങ്ങനത്തെ രീതിയിൽ സംസാരിക്കാന്നുള്ളത് വെരി ബാഡ്. അതാണ് ഒരിക്കലും പാടില്ല. മോശമായി പോയി. പിന്നെ മോശമായി പോയില്ലേ? മോള് പോരെ എങ്ങോട്ട്? അല്ല വൈറ്റാട്ടി കാർത്തുമായിട്ട് നല്ല ഷേപ്പ് ഉണ്ട്. വൈറ്റാട്ടി ഒരു റൗക്കൊക്കെ അങ്ങനെ കെട്ടി വൈറ്റാട്ടിക്ക് ഒരു വൈറ്ററോളം തന്നാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഞാൻ പിന്നെ രാജാവാണോ രാജ്ഞിയുടെ ആരാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇവിടുന്ന് ആരും വരുന്നില്ല. ഈ പതി പപ്പു ഒക്കെ വെച്ചവരെ കൊണ്ടുപോ. ചേച്ചി ഓർത്തിട്ട് ഞാൻ ഒന്നും പറയുന്നത്. നമുക്ക് അടുത്ത എവിടെയെങ്കിലും പോയി ചോദിക്കാം. കിഴി വേണോ? എന്നാണോ ഈ കാണിക്കുന്നേ? കിഴി വലുത് കിഴി ഇങ്ങനെ ആടി അങ്ങനെ ആട്ടണ്ടായിരുന്നു കേട്ടോ. പൊക്കോ പൊക്കോ, താവഴി പൊക്കോ. എന്തായാലും തമാശക്കാർ 2 കീ ഇരിക്കട്ടെ. ഒരു കൈയടി കൊടുക്കാം. തമാശക്ക് കാണാം. അപ്പം Comedy Masters, Comedy Masters, Comedy Masters.